അപ്പോൾ എടപ്പറമ്പിൽ ഫാമിലിയുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ ഞാൻ നിൽക്കുന്നുള്ളതാ നമ്മുടെ ആലുവപ്പുഴയുടെ തീരത്താട്ടോ. അതും ഇവിടെ അദ്വൈതാശ്രമത്തിലാണ്. വളരെ ശാന്തം, എന്താ പറയുക, വളരെ സമാധാനപരമായിട്ടുള്ള ഒരു അന്തരീക്ഷം. ഇന്ന് ഞങ്ങൾ നല്ലൊരു ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു ക്ഷീണത്തിലിരിക്കുകയാണ് ഇവിടെ ആളുകൾ. അവിടെയാണെന്നുണ്ടെങ്കിൽ അമ്മയും മോനും ഒരു ഷോപ്പിങ്ങിൻ്റെ ക്ഷീണമൊക്കെ കഴിഞ്ഞ് ഫുഡ് കഴിച്ചത് നമ്മളല്ലേ? ഫുഡ് കഴിച്ച്. ശരി, എന്താ കഴിച്ചത് നോബി? വെജിറ്റേറിയൻ ആയിരുന്നു, പായസം കൂട്ടിയാണ് കഴിച്ചത്. അതിന്റെ ഒരു ക്ഷീണം ഉണ്ടല്ലേ? അത് നല്ല ചൂടാണ്, അപ്പൊ പിന്നെ പായസം കൂടി ആകുമ്പോ. ഇന്നത്തെ പരിപാടി രാവിലെ ഞങ്ങള് ഇച്ചിരി എഡിറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു, അത് അച്ഛൻ എഡിറ്റ് ചെയ്തു കേട്ടോ. ബാക്കി അപ്പൊ ഞാൻ വീട്ടിലെ പണിയൊക്കെ കഴിഞ്ഞ ശേഷം ഒരു 10-11 മണിയായപ്പോ ഞങ്ങള് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഫസ്റ്റ് ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു നമ്മള് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പായിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് കൃത്യമായിട്ട് എഴുതി വെച്ചിട്ട് പോയല്ലേ? എനിക്ക് അങ്ങനെ ഒരു ശീലം ഉണ്ടായിരുന്നില്ല. ഞാൻ പച്ചക്കറി വാങ്ങുമ്പോ ഒക്കെ എഴുതി ലിസ്റ്റ് ഒക്കെ തരാം, പക്ഷെ നമ്മള് ഇതുപോലത്തെ ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ വാങ്ങുമ്പോൾ ഞാനൊന്നും എഴുതൂല. പിന്നെ ഒരു ദിവസം എൻ്റെ കൊച്ചിങ്ങനെ ഓരോ എന്താ എഴുതണ്ടേ എന്താ വാങ്ങണ്ടേന്ന് ലിസ്റ്റ് തയ്യാറാക്കിയപ്പോൾ എനിക്കൊരു ബുദ്ധി തോന്നി, ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ആ പൈസയുടെ ഒരു കാൽക്കുലേഷൻ ഉണ്ടാവും, നമ്മൾ എന്തൊക്കെ വാങ്ങിക്കണം, എന്തൊക്കെ വാങ്ങിക്കാം, നമ്മുടെ കയ്യിൽ എത്ര ബഡ്ജറ്റ് ഉണ്ട്, അപ്പൊ അതനുസരിച്ചല്ലേ. ഈ വർഷം ഞാൻ അങ്ങനെ ഒരു സംഭവം ചെയ്യും. ഞാനങ്ങനെ ഈ അപ്പച്ചനൊക്കെ ഇങ്ങനെ കണക്കൊക്കെ കാര്യങ്ങളൊക്കെ എഴുതുമ്പോൾ എന്തിനാ എഴുതണമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. ഇപ്പൊ ഞാൻ എൻ്റെ ഒരു ടെക്സ്റ്റിൽ ഇങ്ങനെ ഓരോ ദിവസം വരവ് ചെലവ് നീക്കിയിരിപ്പം എന്നൊക്കെ എഴുതാറുണ്ട്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് ഓരോ ചിലവാക്കുന്ന കാര്യങ്ങളൊക്കെ നന്നായിട്ട് അറിയാൻ പറ്റും. ഇന്നത്തെ നമ്മുടെ ഷോപ്പിങ്ങിനെ കുറിച്ച് പറയാം. അപ്പൊ ഇന്ന് എന്തായാലും പറഞ്ഞങ്ങ് പോയി. അപ്പൊ ഇന്നത്തെ ഷോപ്പിംഗ് ഞങ്ങള് ആദ്യം പോയി വലിയ 3 കവറുകൾ കാണുമ്പോൾ 3 കവർ എന്റെ പൊന്നു, ഇതൊക്കെ കാണുമ്പോ ഇന്നത്തെ ഷോപ്പിങ്ങിനെ കുറിച്ച് എന്താ ശരിക്കും പറയാനുള്ളത്? എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഞാൻ ആഗ്രഹിച്ച കുറെ സാധനങ്ങൾ എനിക്ക് വാങ്ങാൻ പറ്റി, അത് തന്നെ ഏറ്റവും വലിയ സന്തോഷാട്ടോ. ഫസ്റ്റ് ഞങ്ങൾ പോയത് മാക്സിലാണ്. ഇത് മാക്സ് ഇതാണ്. ഇതെന്ന് വെച്ചാൽ ഇതില് എനിക്കും കൊച്ചിന് മാത്രം. ഇത് കൊച്ചിന് കൊച്ചിനിപ്പോ വലുതായില്ല, അതുകൊണ്ട് വീട്ടിലിടാൻ ഡ്രസ്സൊന്നും ഇല്ല, അതുകൊണ്ട് അവന് ഇപ്പൊ ഒന്നാമത്തെ കാര്യം ചൂടും കൂടിയാണ്, അതുകൊണ്ട് ഞാൻ അവനുള്ള ഡ്രസ്സുകൾ എടുക്കുന്നതൊക്കെ നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ കാണിക്കാം. ഇതിൽ പ്രത്യേകിച്ച് എടുത്ത് പറയുകയാണെങ്കിൽ പിന്നെ സിനോബിയുടെ ഡ്രസ്സ് എടുത്തപ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യം എടുത്തേ എന്ന് പറഞ്ഞു? എനിക്ക് 2 പാന്റ് എടുത്ത്, അത് പ്രത്യേകിച്ച് ഞാൻ യൂസ് ചെയ്യണ അതേ ആ ഒരു മെറ്റീരിയൽ അല്ലേ? നല്ല സോഫ്റ്റ് ആയിട്ട്. അതിനെന്താ പറയണ? ജോഗർ സൂപ്പർ ആയിരുന്നു, നല്ല ചൂടത്തൊക്കെ ഇടാനൊക്കെ അടിപൊളിയാണ്. ഇപ്പൊ ജോഗർ എന്ന് വെച്ചാൽ എക്സസൈസ് ചെയ്യാനും ഓടാനും പിടിക്കാനൊക്കെയാണ്, പക്ഷെ നമ്മളത് ഉപയോഗിക്കുന്നത് ഞാൻ ഉപയോഗിക്കുന്നത് ഫാമിൽ പോകാൻ വേണ്ടിയാണ്. ഇപ്പൊ നിനക്ക് ഇപ്പൊ ജസ്റ്റ് പുറത്തൊക്കെ പോകാനാ, പുറത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഇപ്പൊ 4 പോകണം, അപ്പൊ ചായ കുടിക്കാൻ പോകണം, ആ സമയത്ത് എടുത്തിടുക. ശരിക്കും പറഞ്ഞാ നമ്മള് മറ്റേ ഷോർട്സ് വാങ്ങാനാ പോയതല്ലേ? ഷോർട്സ് വാങ്ങാൻ പോയത്, പക്ഷെ ഷോർട്സ് ഒക്കെ എടുത്തു തോന്നുന്നു, എന്നിട്ട് പിന്നെ അത് വേണ്ടെന്ന് വെച്ചാൽ അപ്പോഴാണ് ഒരു സാധനം കിടക്കുന്നത്. അപ്പോഴാണ് ഞാൻ നോക്കിയപ്പോ ജോഗർ എടുക്കണം. ജോഗർ ഓടി എനിക്ക് 2 ഉണ്ട്. അപ്പൊ സംഭവത്തിന്റെ എക്സ്പീരിയൻസ് എനിക്കറിയാം, കൊള്ളാം. കാരണം വെച്ചാൽ നമുക്ക് അതിനുള്ള യൂസ് ഉണ്ട്. പിന്നെ 2 ബനിയൻ വാങ്ങിച്ചു, അത് വീട്ടിലിടാൻ വേണ്ടി കേട്ടോ. ഒന്ന് ബ്ലാക്കും പിന്നെ ഒന്ന് മെറൂണും എടുത്തത്. അതും എക്സലിന്റെ ആണ് എടുത്തത്. എക്സൽ അല്ല, സോറി, ലാർജ് ആണ് എടുത്തത്. അതും നമുക്ക് എന്താണ് ചൂടായോണ്ടാന്ന് തോന്നുന്നു. ഇപ്പൊ അധികം ടൈറ്റുള്ള സാധനങ്ങളൊന്നും എനിക്ക് ഇടാൻ പറ്റില്ല, അതുകൊണ്ട് കുറച്ച് ലൂസുള്ള. അതുകൊണ്ട് അങ്ങനെ അടിപൊളിയായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു സംഭവം. ആ ജോഗറും ഇട്ടിട്ട് നമ്മള് ക്യാമറ വന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒക്കെ വീഡിയോ, ഇതിപ്പോ ഞങ്ങള് എന്താ പറയാ, ഷോപ്പിങ്ങിന്റെ ടൈം കഴിഞ്ഞിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്യണേ. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഞങ്ങളുടെ ഷോപ്പിങ്ങിന്റെ ആ ഒരു വീഡിയോ ഞങ്ങൾ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് എന്റെ പാന്റ്. ഇത് കറുത്ത പാന്റ്, ഇത് ഹാഷ് കളർ, പിന്നെ ഇത് കൊച്ചിന്റെ ബനിയൻ. ഇത് ബനിയൻ 3 ബനിയൻ എടുത്തിട്ടുണ്ട്. കുട്ടിയുടെ 3 ബനിയൻ എത്ര? 139 അല്ലല്ല, 199 ആണോ 139 ആണോ? ഇത് 3 എടുത്താൽ 139 അങ്ങനെ. അപ്പൊ പിന്നെ അടുത്തത് 2 പാന്റ് ഇതുപോലത്തെ തന്നെ സെയിം പാന്റ്. അവനും എടുത്തത് ജോഗർ എടുത്തത്. ഈ സംഭവം ആകുമ്പോൾ ഉള്ള ഏറ്റവും വലിയ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ ഇപ്പൊ ജീൻസോ അല്ലെങ്കിൽ ഇതൊക്കെയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ കാറ്റ് കയറില്ല. പക്ഷെ ഇത് നമുക്ക് കാറ്റ് കയറും, സുഖമായിട്ട് ഇട്ടുകൊണ്ട് സിമ്പിൾ ആയിട്ട് പോകാൻ പറ്റും. ബില്ല് എത്രയായിരുന്നു? 3100 സംതിങ് ആയിരുന്നു. പക്ഷേ 600 സംതിങ് നമുക്ക്
റിഡക്ഷൻ കിട്ടി. പ്രത്യേകിച്ച് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടിയുടെ ആ ഒരു 3 എടുക്കുമ്പോ 139 എന്നുള്ള സംഭവം ആവുമല്ലോ. അപ്പൊ അതിന്റെ ഡിസ്കൗണ്ടും പിന്നെ അതുകൂടാതെ ഞങ്ങള് മാക്സിൽ സ്ഥിരമായിട്ട് എപ്പോഴും ഇടക്കിടക്ക് പോയി എടുക്കുന്നുണ്ട്. സ്ഥിരം കുറ്റിയാണ്. മെമ്പർഷിപ്പ് ഞങ്ങൾ എടുത്തിട്ടുണ്ട്. ഞങ്ങളെ കൊണ്ട് ഒരു കുട്ടി ചേട്ടാ ഒന്ന് എടുക്കുക നിർബന്ധിച്ചെടുത്തു. ആ കുട്ടി എന്റെ പുറക്കെ നടന്നെടുപ്പിച്ച ആദ്യം എന്നോട് ചോദിച്ചു, ഞാൻ പറഞ്ഞു പറ്റില്ല എന്ന് പറഞ്ഞു. പിന്നെ ആളുടെ പുറകെ നടന്ന് ചോദിച്ചു ചേട്ടാ ഒരെണ്ണം എടുക്കുന്നു പറഞ്ഞു. എടുത്തു, അങ്ങനെ എടുത്തു. പക്ഷെ അത് എപ്പോഴും കിട്ടൂല കേട്ടോ. അതായത് കിട്ടില്ല. ഇത് നമ്മുടെ ബർത്ത്ഡേയുടെ ഒരു ബർത്ത്ഡേ അല്ല, എന്നിട്ടും കിട്ടി. എന്തെങ്കിലും അവർക്ക് വിശേഷ ദിവസങ്ങളുണ്ടെങ്കിൽ അപ്പൊ നമുക്ക് ഡിസ്കൗണ്ട് തരും. അങ്ങനെയാണ് നമുക്ക് 3000-ലുള്ള സാധനങ്ങൾ വാങ്ങിച്ചിട്ട് നമുക്ക് കിട്ടിയത് 2566 രൂപയാണ് നമ്മൾ കൊടുത്തത്. 2506 അല്ലേ? ഓക്കെ. അങ്ങനെ നമ്മുടെ മാക്സിലെ ഷോപ്പിംഗ് അവസാനിച്ചിട്ട് നമ്മൾ പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഞങ്ങൾ ഇന്ന് കാലത്ത് ഇറങ്ങിയോണ്ട് ഞങ്ങൾക്ക് സമയം കിട്ടി സാധനങ്ങൾ എടുക്കാനായിട്ട്. സാധാരണ ഞങ്ങൾ എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വീഡിയോ കഴിഞ്ഞതിന് ശേഷമാണ് എടുക്കാൻ പോകുന്നത്. അതുകൊണ്ട് നമുക്ക് നോക്കിയെടുക്കാൻ സമയമുണ്ടായി. ഏതെങ്കിലും എടുത്തിട്ട് വിട്ടടിച്ച് അത് തന്നെ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ എന്താ പറയാ, ഷോപ്പിംഗ് എന്ന് പറഞ്ഞാൽ ശരിക്കും എൻജോയ് ചെയ്ത് ചെയ്യുന്നതാണ്. അതെ. ഇത്രയും നാളെ നമുക്ക് അതിനുള്ള കഴിവുണ്ടായിരുന്നില്ല. പിന്നെ അതിനുള്ള സമയം ഉണ്ടായിരുന്നില്ല. നമുക്ക് കൂടുതൽ സമയം ഉണ്ടായിരുന്നില്ല. അന്നൊക്കെ ജോലി തിരക്കും കൊണ്ട്. ഇതിപ്പോ നമ്മുടെ സ്വന്തം ഇതായതുകൊണ്ട് ചില ദിവസങ്ങളിൽ നമ്മൾ ഫ്രീ ആണ്, അല്ലാത്ത ദിവസമുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ കർണാടകയായിരുന്നു. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങള്. അപ്പൊ എന്തായാലും എന്താ പറയാ, ഇന്നത്തെ ആ ഒരു ആദ്യത്തെ ഷോപ്പിങ്ങിന് അടിപൊളിയായിരുന്നു. എന്തായാലും ഞങ്ങൾ ഇറങ്ങിയത് പ്രാർത്ഥിച്ചിട്ടൊക്കെ ഇറങ്ങിയത്. അതന്നെ. ഇപ്പൊ പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞത് നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടാവും, പക്ഷെ അത് നമുക്ക് വേണ്ടുന്ന സാധനവും നല്ല ക്വാളിറ്റി ഉള്ള സാധനവും കിട്ടണം. കൃത്യമായിട്ട് വിനിയോഗിക്കാൻ അതെ അതെ. നമ്മുടെ മൈൻഡ് റെഡി അല്ലെങ്കിൽ നമുക്കത് കൃത്യമായിട്ട് വിനിയോഗിക്കാൻ സാധിക്കില്ല. അപ്പൊ എന്തായാലും ഇന്നത്തെ ഒരു എന്താ പറയാ, നമ്മുടെ മാക്സിലെ ആലുവ ഷോറൂമാണ്. നമ്മുടെ അവിടെയാണ് നമ്മൾ കയറിയത്. പിന്നെ എനിക്ക് തോന്നുന്നു പുതിയ കളക്ഷനൊക്കെ വന്നിട്ടുണ്ടെന്നല്ലേ? പുതിയ കളക്ഷനൊക്കെ വന്നിട്ടുണ്ട്. കുട്ടിയുടെ അതിലേക്ക് ഇഷ്ടം ഞങ്ങൾ ചെല്ലുമ്പോ എല്ലാം എടുത്ത് കഴിഞ്ഞിട്ടായി ചെല്ലണേ, കളക്ഷൻ തീർന്നതിന് ശേഷം. പിന്നെ അടുത്ത ഞങ്ങൾ എടുത്തത് എനിക്ക് ഡ്രസ്സ് എടുക്കാനാ പോയത്. അടുത്ത അച്ഛക്ക് ഡ്രസ്സ് എടുക്കാനാ പോയത്. അച്ഛക്ക് അത് ഞാൻ പറഞ്ഞു, ഞങ്ങൾക്ക് സാധാരണ അച്ഛക്ക് ഡ്രസ്സ് എടുക്കാൻ പോകുമ്പോ അച്ഛ പറയും ഞങ്ങളുടെ മാക്സിലാണ് ആദ്യം കയറാറുള്ളത്. അപ്പൊ അവിടെ ചെല്ലുമ്പോ എന്റെ ഡ്രസ്സ് വേണം, നീ എടുത്തോന്ന് പറയും. പക്ഷെ പിന്നെ അച്ഛക്ക് എടുക്കൂല. ഇന്ന് പിടിച്ച വലിയാലെ എടുത്ത്. ഇപ്പൊ ഞാൻ എന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാല്, ഒന്നാമത്തെ നിങ്ങൾ രണ്ടുപേരും ഏറ്റവും നല്ല ഡ്രസ്സിൽ നടക്കണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അയ്യോ നീ അത് എടുക്കില്ലത്, അവന്റെ മേത്ത് കറിയായിട്ടുണ്ട്. ഇപ്പൊ മാങ്ങക്കറിയായിട്ട് അവനോട് മാങ്ങക്കറിയായിട്ടുണ്ട്. നിന്റെ ആയിനെ പെട്ടെന്ന് അറിയാൻ പറ്റും. ഇപ്പൊ അവിടെ കൊണ്ടുവച്ചോ അത്. അപ്പൊ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ ഞാൻ നിന്നെ കല്യാണം കഴിക്കുന്ന സമയത്ത് എൻ്റെ അടുത്ത് ഒരാൾ പറഞ്ഞു, ഇപ്പോൾ ശ്രീമോൻ ഇപ്പോൾ ഇച്ചിരി ഒരു പഴയത് കൊടുത്താലും അല്ലെങ്കിൽ ഇച്ചിരി ഒരു കീറുത് കൊടുത്താലും പ്രശ്നമില്ല, പക്ഷെ ഭാര്യയും കുട്ടിയും ഏറ്റവും നല്ല രീതിയിൽ നല്ല ഡ്രസ്സ് ഇട്ട് നടന്നു കഴിഞ്ഞാൽ അതിൻ്റെ വില ശ്രീമോനാണ്. അങ്ങനെയാണ്. കാരണം ഭാര്യ ആരോഗ്യത്തോടെയും സൗന്ദര്യത്തോടെയും നല്ല ഇതോടെയും നല്ല ഡ്രസ്സ് ഇട്ടും ഒക്കെ ഇരിക്കുമ്പോൾ അതിന് ക്രെഡിറ്റ് ആർക്കാ? ഫുൾ എനിക്കാ. പിന്നെ ഞാൻ ഇച്ചിരി ഇതിപ്പോൾ എന്താ പറയുക, ഇതുപോലെ കീറിയ പകുതി ഇല്ലല്ലോ. ഓക്കെ, ഇങ്ങനത്തെ കിട്ടാലും അങ്ങനെ വിഷയമൊന്നുമില്ല. ഓക്കെ, എന്തായാലും എന്റെ ഷർട്ട് കാണിച്ചു കൊടുക്കും. ഷർട്ട് ഇതാണ്. ഇപ്പൊ MCR-ന്നാണ് സാധനം ഞങ്ങൾ എടുക്കുന്നത്. ഒരെണ്ണം ഞാൻ എടുത്തു, ഇതുപോലത്തെ ഒരെണ്ണം. ഇതിപ്പോ എടുത്താട്ടോ. ഇതുപോലത്തെ ഒരു പച്ച കളറുണ്ട്, പക്ഷെ അത് കഴുകിയിട്ടും ഒരു വിഷയമില്ല. അതുകൊണ്ടാണ് സാധാരണ അതിന് കളർ പോകാറുണ്ടല്ലോ. കളർ പോകും. ഇത് കളറൊന്നും പോയില്ല. നല്ല അടിപൊളി ഷർട്ടാണ്. അതുകൊണ്ടാണ് രണ്ടാമത് പോയി ഞങ്ങൾ 2 ഷർട്ട് എടുത്തു. ഇതില് ഈ സെലക്ഷൻ ഇത് എന്റേതാണ്. 2 സെലക്ഷൻ നിന്റെയാണോ അതോ ഒരെണ്ണം മാത്രം ഞാൻ സെലക്ട് ചെയ്തത്. പിന്നെ ഇത് അച്ഛക്ക് ഇഷ്ടമുള്ളത്. ഇത് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. ആണുങ്ങൾ പൊതുവെ ബ്ലൂ എടുക്കുള്ളൂ. ഇത് പക്ഷെ ലൈറ്റ് കളർ, ഇച്ചക്ക് ലൈറ്റ് കളറാണ് എടുത്തത്. പക്ഷെ അച്ഛക്ക് എപ്പോഴും ചേർന്ന് ഡാർക്ക് കളറാണ് ചേരുള്ളൂ. ഷോർട്ടിന്റെ കൂടെ ഇട്ടിട്ട് അടിപൊളിയായിരുന്നു, സൂപ്പറായിരുന്നു. അതെ. പിന്നെ ഇതിന് എങ്ങാണ്ട് 2500 സംതിങ് ആയിട്ടുള്ളൂ. രണ്ടും കൂടി അങ്ങനെ പറ. ഓരോരുത്തരും കണ്ട 1000. ഇപ്പോഴത്തെ അവസ്ഥയിൽ എനിക്ക് 2000-ന് ഒന്നും ഇടാനുള്ള വകുപ്പില്ല. പിന്നെ അടുത്ത തവണ ഞങ്ങൾ ജോക്കി പോകണമെന്ന് ആഗ്രഹിക്കും. ദൈവം സഹായിച്ച ജോക്കിയിൽ പോകും. അതെ. ഇപ്പൊ എനിക്ക് എത്ര ഷർട്ട് ഉണ്ട് ശരിക്കും? അപ്പൊ 6 ഷർട്ട്. ഇന്ന് വാങ്ങിച്ച 2 അല്ലാതെ വേറെ എത്ര ഉണ്ട്? 5 അല്ല 5 അല്ല 4. 4 ഉണ്ട് എനിക്ക്. 4. അതായത് ഇന്ന് മിഞ്ഞാന്ന് ഇവിടെ പോയത് നമ്മള്
അല്ല സോറി, കല്യാണത്തിന് പോയപ്പോ ഒരു ഷർട്ട് ഇട്ടു, പിന്നെ അളിയന്റെ ഒരു ഷർട്ട് ഇട്ടു, പിന്നെ ഞാൻ മാക്സിന്ന് വാങ്ങിച്ച ഷർട്ട്. അപ്പൊ 3 ഉള്ളു, അതിക്കുള്ള എവിടെന്നാ? പിന്നെ ഒരു ഷർട്ടും കൂടി ഉണ്ട്. ഇനിയുണ്ടാ? ഞാൻ അറിയാത്ത ഷർട്ട് ഉണ്ട്. അത് ഈ ഷർട്ടും ഇതിന്റെ കാര്യങ്ങളൊക്കെ ഞാനാണ് നോക്കുന്നത്, അതുകൊണ്ട് ആകെ എത്ര ഷർട്ട് ഉണ്ടെന്ന് എനിക്ക് മാത്രമേ അറിയുള്ളൂ. മീൻസ് അല്ല, ആ ഒരു ഷർട്ട് ഞാൻ ഇടാറില്ലല്ലോ. ഇല്ല, ഇങ്ങനെ ഒരു ഷർട്ടുള്ള കാര്യം എനിക്ക് പോലും അറിയില്ല. ഇപ്പൊ പറഞ്ഞ കാര്യം മിക്ക ആണുങ്ങളുടെ ഒരു അവസ്ഥയാണ്. കാരണം വെച്ചാൽ സ്വന്തമായിട്ട് എത്ര ഷർട്ട് ഉണ്ടെന്ന് പോലും കല്യാണം കഴിഞ്ഞാൽ ശരിക്കും അറിയാൻ പറ്റില്ല. കാരണം ഇതിൽ ഏതൊക്കെയാ എടുത്ത് പൂഴ്ത്തി വെച്ചത് എന്നുള്ളത് ദൈവത്തിന് മാത്രം, അതായത് ഭാര്യയ്ക്കും ദൈവത്തിനും മാത്രമേ അറിയുള്ളൂ. എന്താണെന്നറിയോ, നമുക്കിപ്പോ പുറത്ത് പോകുമ്പോ നല്ല നമ്മുടെ കൂടെയുള്ള ആളെ നല്ല വൃത്തിയായിട്ട് കൊണ്ടുപോകണം ഒക്കെ ആഗ്രഹമുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്താ പറയുക, ഇവര് എന്ന് വെച്ചാല് കടയിൽ ചെല്ലുമ്പോൾ ഇവർക്ക് വാങ്ങാൻ വേണ്ടി പോകുമ്പോൾ അവിടെ നിന്ന് ഏതെങ്കിലും നല്ലൊരു ഇതുപോലത്തെ ഡ്രസ്സ് പെൺപിള്ളേരുടെ ഡ്രസ്സ് കാണുമ്പോൾ അല്ലെങ്കിൽ കുട്ടികളുടെ ഡ്രസ്സ് എടുക്കുമ്പോൾ അതെടുക്കും, ആൾക്ക് എടുക്കൂല. അപ്പൊ ഞാനെന്ത് ചെയ്തു, ഞാനാണെങ്കിൽ അതിൽ ആണ്ടിനും ചങ്ങരാതിക്കും ഒരു ഷർട്ട് വാങ്ങും. ആ ഷർട്ട് ഞാൻ സൂക്ഷിച്ച് പറക്കി എടുത്തു വെക്കും, എന്നിട്ട് എവിടെയെങ്കിലും കല്യാണത്തിന് പോകുമ്പോ അതിട്ട് കൊടുക്കും. ഇങ്ങനെയാണ് ചെയ്യാറുള്ളത്. അത് കൊള്ളാം. അപ്പൊ അതുകൊണ്ട് അപ്പൊ എനിക്കിപ്പോ 4 ഷർട്ട് ഓൾറെഡി ഉണ്ട്. ഇപ്പൊ 2 കൂടി ആകുമ്പോൾ 6 ഷർട്ടായി. എന്റെ അമ്മയെ 6 ഷർട്ടുള്ള ആളാണ്. കല്യാണം കഴിഞ്ഞിട്ട് 6 ഷർട്ടുള്ള ആണുങ്ങൾ വളരെ കുറവായിരിക്കും. മിക്കവാറും 2 3 ഒക്കെ ഉണ്ടാവും. കല്യാണത്തിന് മുമ്പ് എനിക്ക് എത്ര ഷർട്ട് ഉണ്ടാവുന്ന അറിയാമോ? ഷർട്ടുകളെ മേളായിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ മിക്ക മാസങ്ങളും ഷർട്ട് എടുക്കുമായിരുന്നു. അതും നമ്മുടെ ഈ അങ്ങനെ കുറച്ച് ബ്രാൻഡുകളുണ്ട്. അപ്പൊ ആ തയ്ക്കണതുണ്ടായിരുന്നു. അതല്ലാതെ ഇങ്ങനെ ബ്രാൻഡഡ് ഷർട്ടുകൾ വാങ്ങിക്കാറുണ്ട്. പിന്നെ അന്ന് വാങ്ങാനുള്ള ഗതി നമുക്ക് ഉണ്ടായില്ല. ഇപ്പൊ MCRന്റെ റിക്സോ ആണ് വാങ്ങിച്ചേട്ടാ. പിന്നെ സാരിയുടെ കളക്ഷൻ ഉണ്ട്. നമ്മൾ പോയ ആ ഒരു ബ്രാഞ്ച് എടപ്പള്ളി ബ്രാഞ്ച് കേട്ടോ. നമ്മുടെ എടപ്പള്ളി ടോളിൽ തന്നെയുള്ള ബ്രാഞ്ചാണ്. നമ്മളത് ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ട്. ഞാനിപ്പോ അവിടെ ഒരു ഷർട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അത് ആ ഷർട്ട് അവിടെ വന്നിട്ടില്ല. എനിക്കൊരു ഫുൾ ബ്ലാക്ക് ഷർട്ട് വേണമെന്നുണ്ട്. ഫുൾ ബ്ലാക്ക് ഷർട്ടും ഒരു വൈറ്റും ഉണ്ട്, എന്താ പറയുക, ബ്ലാക്ക് കരയുള്ളത്. അപ്പോൾ അത് ഞാൻ അവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ സാരീസ് അടിപൊളിയായിട്ടുണ്ട്. പക്ഷെ എൻ്റെ ഭാര്യ സാരി എടുക്കാറായിട്ടില്ല ഇപ്പോഴും. എനിക്കറിയില്ല, ഉള്ള കാര്യം പറയാലോ. ഞാൻ കല്യാണത്തിന് മുമ്പ് അങ്ങനെ സാരി ഉടുക്കില്ല. ആകെ 2 തവണ കോളേജിൽ വെച്ച്. പിന്നെ കോളേജില് അത് ഓണത്തിന് ഞാൻ നോക്കുമ്പോൾ ഒരു സുന്ദരിയായൊരു പെൺകുട്ടി ഇങ്ങനെ സാരി കൊടുത്ത് നല്ല ശാലീന സുന്ദരി വന്നേക്കണ്. പിന്നെ അന്നേരം എനിക്കറിയില്ല, ഇപ്പോഴും അറിയില്ല സാരി ഉടുക്കാൻ മര്യാദയ്ക്ക്. അതുകൊണ്ട് പറഞ്ഞു അച്ഛൻ ഈ സാരി ഉടുക്കണ്ട. കാരണം നമ്മള് സാരി ഉടുക്കുമ്പോ ഇവിടെ പോവും, അപ്പുറം പോവും, എല്ലായിടത്തും. പിന്നെ ഭയങ്കര എനിക്ക് ഒട്ടും കംഫർട്ട് അല്ല അത്. എന്തായാലും എനിക്ക് മുണ്ട് അത്യാവശ്യം. കാരണം എനിക്ക് മുണ്ട് ഇപ്പൊ എൻ്റെ ഒരു ഫ്രണ്ട് തന്ന മുണ്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടു. സൂപ്പർ ആയിരുന്നു കേട്ടോ. എനിക്ക് സാരി അതന്നെ, രേവതി എന്ന ആളുടെ പേര്. രേവതിയും ജ്യോതിസും കൂടിയാണ് എനിക്ക് തന്നത്. രേവതിയുടെ ചാനൽ സക്സസ് ആയി കഴിഞ്ഞപ്പോൾ. അപ്പോൾ എന്തായാലും അങ്ങനെ ആ ഒറ്റ മുണ്ട് മാത്രമേ ഉള്ളൂ. എന്തായാലും ഇനി ഒരു 2 മുണ്ട്, ഒരെണ്ണം ഒരു കറുത്ത കരയുള്ളതും ഒരെണ്ണം എന്താ പറയുക ഒരു ബ്ലൂ കരയുള്ളതും. ഓക്കെ ശരി. അപ്പൊ ഇനി അടുത്ത് പോയത് എന്താ സ്നോബി പറ? അടുത്ത് ഞങ്ങള് പോയത് ജോക്കിയിലാണ്. ശരി, അപ്പൊ ഞാൻ ഫ്രണ്ട് ക്യാമറ ഓൺ ആക്കാം. അപ്പൊ ജോക്കിയിലാണ് ഞങ്ങള് പോയത്. അതും ആലുവ ബ്രാഞ്ച് അല്ലേ? ജോക്കി ഷോറൂമിലാണ് ഞങ്ങള് പോയത്. ഷോറൂം അത് നമ്മളിപ്പോ എത്രാമത്തെ വിസിറ്റ് അവിടത്തെ? കുറെ ആയി. കാരണം ഇന്നേഴ്സ് വാങ്ങാൻ മിക്കപ്പോഴും അവിടെ പോവാറുള്ളൂ. പക്ഷെ ഇത്തവണ വാങ്ങിച്ച ഇന്നർ മാത്രല്ല. ഇത്തവണ വാങ്ങിച്ച ഇന്നർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജിമ്മിലുള്ള എക്സസൈസ് ചെയ്യാനായിട്ടാണ്. പിന്നെ എന്തുകൊണ്ടാണ് അങ്ങനെ നമ്മള് വാങ്ങിക്കണെന്ന് വെച്ചാൽ എക്സസൈസ് ചെയ്ത് ഇത്തരത്തിലുള്ള വാങ്ങിച്ചത്. ഞങ്ങൾ വാങ്ങിച്ചത് എക്സസൈസ് ചെയ്യുന്നത്. കാരണം നമുക്കൊരു സപ്പോർട്ട് വേണം. മറ്റേ സാധാരണ ഉള്ള ഇന്നർ ഇട്ടിട്ട് ഒരു ഉപകാരമില്ല. കാരണം വെച്ചാൽ നമുക്ക് അത്ര അത് ജോക്കിയുടെ ആണെങ്കിൽ പോലും പറ്റില്ല. കാരണം അതിന് എന്തോ സപ്പോർട്ട് മറന്നുപോയി. അതിനൊരു പേര് പറയും അല്ലേ? പിന്നെ ഇപ്പം നമ്മൾ എക്സസൈസ് എല്ലാം പ്രത്യേകിച്ച് തൈറോയ്ഡ് ഉള്ള ആൾക്കാർ എക്സസൈസ് ഉറപ്പായിട്ടും ചെയ്തിരിക്കണം. എൻ്റെ ഒരു അനുഭവം പറഞ്ഞ കേട്ടോ. കാരണം വെച്ചാൽ ഞാൻ എക്സസൈസ് നിർത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ വണ്ണം വയ്ക്കും. പിന്നെ എനിക്ക് തലകറക്കം ഉണ്ടാകും, ക്ഷീണമുണ്ട്. ഈ എക്സസൈസ് ചെയ്യുമ്പോൾ നമുക്കൊരു ഉഷാറ് തോന്നും, ഉന്മേഷം തോന്നും. അത് മാത്രമല്ല നമ്മുടെ ശരീരത്തിൽ രോഗങ്ങൾ നിൽക്കില്ല. ഇപ്പൊ ഞാനൊരു 8 വർഷത്തോളമായിട്ട് ഞാൻ ചെയ്യുന്നുണ്ട് എക്സസൈസ്. 8 വർഷമായില്ലേ? 8 വർഷം എന്ന് വെച്ചാൽ പിന്നെ ഈ പ്രഗ്നന്റ് ആയി കഴിഞ്ഞാൽ പിന്നെ ചെയ്യാറില്ല. ഏകദേശം ഒരു 4-5 വർഷം അത്ര ആയിരിക്കും. സോറി, 8 വർഷമല്ല, 4-5 വർഷം. ഞാൻ സെലക്ട് ചെയ്ത സാധനം കാണിച്ചേ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത്. കുറെ നാളായി ആഗ്രഹിക്കുന്ന ഒരു സാധനമാണ് ഞാൻ ഇന്ന് വാങ്ങിച്ചത്. കാണിക്കട്ടെ? യെസ്,
വാവ്. ആ സംഭവം ഇട്ടിട്ട് നമ്മൾ വീഡിയോ എടുത്തില്ല അല്ലേ? ഇല്ല, വീഡിയോ ശരി, ഇന്ന് എന്തായാലും നമുക്കൊരു ഷോർട്ട് വീഡിയോ ആട്ടെ രാത്രി കേട്ടാ. യെസ്. ഇതിനാണ് കൈയില്ല, ഇതിന് കൈയില്ല കേട്ടോ. പക്ഷെ ഒരു ഇത് പുറത്തിട്ടുണ്ടാൻ പറ്റുന്ന സാധനം അല്ലേ? കയ്യില്ലെന്ന് വെച്ചത് ഇങ്ങനെയൊന്നും അല്ല കേട്ടോ, അവിടെ സപ്പോർട്ട് ഉണ്ട് കേട്ടാ. അപ്പൊ ഒന്നും കാണൂല. അല്ല, ഇതിട്ടിട്ട് ഒരു വീഡിയോ ചെയ്യാം. വീഡിയോ ഞാൻ ചെയ്യാട്ടോ. ഇതിന്റെ ആ ഒരു കോൺട്രാസ്റ്റ് അടിപൊളിയാണ്. കാരണം പാന്റും സെയിം ഞാൻ ഇതിന്റെ ബ്ലാക്ക് പറഞ്ഞിട്ടുണ്ട് അവരോട്. അടിപൊളി. പിന്നെ പാന്റ് ഇതേ കളർ തന്നെയാണ്. ഇതേ കളർ തന്നെയാണ്. ഇതിന്റെ കൂടെ ഒരു വൈറ്റ് ഷൂ ഇട്ട് കഴിഞ്ഞാൽ സെറ്റ് ആയില്ലേ? ഇതാണ് സെറ്റാണ്. സൂപ്പർ ആയിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടം. പാന്റിന് മാത്രം 1300. പാന്റിന് മാത്രം 1300. ഇതാണ് കോലം. ഇങ്ങനെ ഇരിക്കും. എങ്ങനെയുണ്ട്? സെറ്റല്ലേ? സെറ്റാണ്. ഇഷ്ടമായി? എനിക്ക് ഭയങ്കര ഇഷ്ടമായി സംഭവം ഇട്ട് കഴിഞ്ഞപ്പോ ഞാൻ കുറേ നാളായി ആഗ്രഹിക്കുന്നത്. കാരണം ഇത് ഒരുപാട് ആൾക്കാർ ഇടുന്ന കണ്ടിട്ടുണ്ട്. മീൻസ് അതായത് നമ്മുടെ മറ്റേ 24ന്റെ ആ ഒരു എന്താ മാർച്ച് 8 ആ ഓട്ടത്തിന് അർച്ചന വന്നത്. അത് അർച്ചന അവളുടെ പേര് മറന്നു. പക്ഷെ ഇതേ ഒരു ടൈപ്പ് ആണ്, പക്ഷെ ക്ലോത്ത് വേറെ കേട്ടോ. അല്ല, ഇത്രയും ക്വാളിറ്റിയുള്ള സാധനം എന്ന് പറഞ്ഞാൽ ഇത് ജോക്കിന്റെ ആയിക്കുള്ളത്. അത് സ്റ്റിച്ചിങ് ആണ്. അത് ആ രണ്ട് സംഭവം കൂടി 2100 ഞങ്ങളുടെ കയ്യിൽ നിന്ന് ക്യാഷ് തീർന്നിട്ട് ഗൂഗിൾ പേ കൊടുത്തിട്ടോ. ക്യാഷൊക്കെ കയ്യിൽ തീർന്നു. അപ്പോൾ കയ്യിലുണ്ടാകുന്ന അക്കൗണ്ട് ഉണ്ടാകുന്ന ക്യാഷും തീർന്നു. നമ്മൾ എത്രത്തോളം പിശുക്കുന്നോ അത്രത്തോളം നമുക്ക് ഏൺ ചെയ്യാനുള്ള നമ്മുടെ ആ ഒരു കഴിവ് കുറയും. അതായത് നമുക്ക് സമ്പാദിക്കാൻ അല്ലെങ്കിൽ നമുക്ക് വരുമാനം ഉണ്ടാക്കാനുള്ള ആ ഒരു കഴിവ് കുറഞ്ഞുകൊണ്ടിരിക്കും എത്രത്തോളം പിശിക്കാൽ. പണ്ട് നമ്മൾ ഇപ്പോൾ ഹോട്ടലിലേക്ക് ഒരു ഫുഡ് കഴിക്കുമ്പോൾ എത്ര രൂപയാവും നമ്മൾ 3 ദിനം കഴിക്കുമ്പോൾ? 200. ഇന്നിപ്പോൾ ലാസ്റ്റ് കഴിച്ചത് പറയണല്ലോ, എമൗണ്ട് പറയണല്ലോ, കേട്ടോ ചിലപ്പോ. ഓക്കെ, ഇതിപ്പോൾ ഞങ്ങൾ അങ്ങനെ പറയണല്ല, കാരണം അത് നിങ്ങൾക്കും പറ്റുന്ന നമ്മൾ എങ്ങനെ ചിലവഴിക്കുന്നു അപ്പോൾ അതനുസരിച്ച് നമുക്ക് കൂടുതൽ പണം ഉണ്ടാക്കാനുള്ള ഒരു ത്വര വരും. റൈറ്റ്? അപ്പോൾ ആ പണം നമ്മൾ കൂടുതൽ പണം ഉണ്ടാക്കിയാലും കൂടുതൽ ചിലവഴിക്കാൻ സാധിക്കുള്ളൂ. നമുക്ക് കൂടുതൽ ചിലവുണ്ടെങ്കിൽ മാത്രമേ കൂടുതൽ പണം ഉണ്ടാക്കാനും അത് സേവ് ചെയ്യാനും സാധിക്കുള്ളൂ. അപ്പോൾ എന്തുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആകെ ഒരു ലൈഫുള്ളൂ. അപ്പോൾ അതിൽ നമ്മൾ പണം ഉണ്ടാക്കണം, ചിലവഴിക്കണം, ഹാപ്പി ആയിട്ടിരിക്കണം. നമുക്ക് ദൈവം കഴിവ് തന്നിട്ടുണ്ട്. ഒറ്റ കാര്യമുണ്ട്, നമുക്ക് പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ പണം കിട്ടില്ല. ദൈവം ആരോഗ്യം തന്നിട്ടുണ്ട്, കഴിവ് തന്നിട്ടുണ്ട്. ഈ ആരോഗ്യം 2 കഴിവ്, അതായത് ആരോഗ്യം കഴിവും വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാവുന്നതാണ് പണം. അല്ലാതെ ഒരിക്കലും ദൈവം നൂലെ കെട്ടിയിറക്കി നമുക്ക് പണം തരില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇപ്പം ദൈവവിശ്വാസികളായിക്കോട്ടെ അല്ലാത്ത ആൾക്കാരായിക്കോട്ടെ, നമുക്ക് പണം ഉണ്ടാക്കാനുള്ള കഴിവുണ്ട്, മേഖലകളുണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും മടി പിടിക്കാതെ നമ്മുടെ ആരോഗ്യവും കഴിവും ഉപയോഗിച്ച് പരമാവധി പണം ഉണ്ടാക്കുക. അത് നമ്മുടെ ആവശ്യത്തിന് തന്നെ ഉപയോഗിക്കുക, മറ്റുള്ളവർക്ക് ഉപകരിക്കുക. അപ്പോൾ നമ്മളിപ്പോൾ ആ ജോക്കിയുടെ ഷോറൂമിലായിക്കോട്ടെ മറ്റു ഷോറൂമുകളൊക്കെ പോയല്ലോ, നമ്മൾ ബില്ല് കൊടുക്കുമ്പോൾ ആ പണം കൊടുക്കുമ്പോൾ അവർക്ക് സന്തോഷമാണ്. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കും അവരുടെ തൊഴിലാളികൾക്കുള്ള ഒരു വരുമാന മാർഗ്ഗം അത്. നമ്മൾ സാധനങ്ങൾ വാങ്ങുന്നത് മറ്റുള്ളവർക്ക് അത് ഉപകാരമാണ്. അപ്പോൾ അതുകൊണ്ട് പരമാവധി ചിലവഴിച്ച് തന്നെ ജീവിക്കുക, സന്തോഷത്തോടെ ജീവിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്തല്ലോ. ശരി, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഇത്രയും സമയം ഞങ്ങളെ കണ്ടുകൊണ്ടുന്ന എല്ലാവർക്കും നന്ദി. അപ്പോൾ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. നമ്മൾ ഇതിനൊരു ഷോർട്ട് വീഡിയോ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ മെയിൻ ചാനൽ എടപ്പറമ്പിൽ ഫാംസ് ചാനലാട്ടോ, അതുകൂടി ഒന്ന് കാണാൻ ശ്രമിക്കുക. അതായത് ഡയറി ഫാമിംഗ് ആണ്. നമുക്ക് അതിന് പുതിയ വീഡിയോസ് വരുന്നുണ്ട്. അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണാം. അതുവരെ ടാറ്റാ, ബൈ ബൈ.